കണ്ടില്ലേ, എല്ലാം ഭീകരിയാണ്. ഒരു 10 പേര് തികച്ചു വന്നാലേ പ്രകൃതി കൂടെ നിൽക്കുന്ന കണ്ട പ്രകൃതി കൂടെ നിൽക്കുന്ന കണ്ട പ്രകൃതി കൂടെ നിൽക്കുന്ന കണ്ട. ഹലോ, എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ബാ. ഇതൊരു മത്സരമല്ലെന്നറിയാമല്ലോ, ജസ്റ്റ് എ സെലക്ഷൻ പ്രോസസ്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ 100-300 കുട്ടികളുണ്ട്. ഇതിൽ നിന്ന് വേണം 10 പേരെ സെലക്ട് ചെയ്യാൻ. പിന്നെ ഇവരിൽ കൂടുതലും പെറ്റ് വീണത് പൂടിലേക്കാണോ എന്ന് തോന്നിപ്പോകുന്നവരാ. ഹൈലി ടാലന്റഡ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, റെഡിയായിക്കോ. Roshan, look there. What's it? Sir, tell me, what happened? Look this, sir. Doctor! 1 second. This is not allowed here. What's the symptom? എന്നാ സാറേ? എന്താണോ ഇത്? സോറി, ഞാനിപ്പോ ശരിയാക്കി. Doctor, what is this? മിസ്റ്റർ അജയൻ, ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ? പൂളിൽ സ്വിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണല്ലോ ഞാൻ തോർത്തൂരി മാറ്റിയത്. ഈ ജട്ടിയാണോ ഡ്രസ് കോഡ്? അല്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഒന്നെങ്കിൽ തോർത്തല്ലെങ്കിൽ ജട്ടി, അതാ ഡ്രസ് കോഡ്. അവിടുത്തെ ഡ്രസ് കോഡല്ല ഇവിടുത്തേത്. ഇവിടുത്തേതെന്നല്ല, ഇതിന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഡ്രസ് കോഡ് ഉണ്ട്. സ്വിം സ്യൂട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷെ സാറേ, അത് ഞാൻ ഓടിപ്പോയി പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് വരാം സാർ. പ്ലീസ് പ്ലീസ്. Can you give me a chance in the next lap? Okay, make it fast. എന്നാ പോയി എളുപ്പം പഠിച്ചോട്ടു. താങ്ക് യു സാർ. ചേട്ടാ, ഈ സ്വിമ്മിംഗ് ഡ്രസ്. What's your name? Are you done? Jetty wale. Let's go. Hey, look at that Mowgli. സുംസോട്ട് ഭയ്യ, വേഗം കേട്ടോ, വേഗം കേട്ടോടാ. എടാ, അയ്യോ, സാറേ, ഇത് പിടിച്ചോ, പിടിക്കടാ സാർ. പിൻ No. No bad for you. സേഫ്റ്റി പിൻ. Keep it there. വേണ്ട, അവിടെ ഇരുന്നോ. താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ട്? എന്തു പറ്റി? ശരിയായില്ലേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. കക്കൂസി പോണോ?
എനിക്ക് സെലക്ഷൻ കിട്ടത്തില്ല കൊച്ചവ. അതെന്താ നിനക്ക് അങ്ങനെ പോകുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? പിന്നെ ഇതിനാണോ അപ്പ ഇത്ര നന്നായിട്ട് നീന്തൽ പഠിച്ചത്? ഇതിനാണോ നമ്മളെ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത്? ഒന്നുമില്ല 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 ഒന്നുമില്ല. റെഡിയായില്ലേ? അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം. അതേ വരിക. അപ്പു എന്തിനാ കരഞ്ഞെന്നറിയോ? അപ്പുവിൻ്റെ ആത്മവിശ്വാസം പോയതുകൊണ്ട്. പരിചയമില്ലാത്ത കൂട്ടുകാർ, പരിചയമില്ലാത്ത സ്ഥലം, ഡ്രസ്സ്, പരിചയമില്ലാത്ത സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ തളർന്നു പോകും, തോറ്റുപോകും. തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷെ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാവും. ജയിക്കണം എന്നുള്ള നമ്മുടെ തീരുമാനം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആഗ്രഹം. ഇവിടെ വേറെ ഒന്നും അപ്പുവിനെ അലട്ടരുത്. ഒരേ ഒരു ലക്ഷ്യം മാത്രം, സെലക്ഷൻ. അപ്പുവിൻ്റെ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം, അത് മാത്രമായിരിക്കണം മനസ്സിൽ. അതിനുവേണ്ടി ഈ ലോകം മുഴുവൻ അപ്പുവിൻ്റെ കൂടെയുണ്ട്. അയ്യോ, കലക്കി.